സർ, യഥാർത്ഥത്തിൽ വീണ ജോർജിന്റെ കള്ളമാണോ പുറത്തായത്? തീർച്ചയായിട്ടും ഞാൻ വീണ ജോർജിന്റെ കള്ളമാണെന്ന് പറയുന്നില്ല, പക്ഷെ വീണ ജോർജിനെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കള്ളം അവർ തന്നെ പൊളിച്ച് രണ്ടാമത്തെ മൊഴി കൊടുത്ത് ഒരു തെറ്റ് തിരുത്തിയതിൽ ഞാൻ അവരെ വളരെയധികം അഭിനന്ദിക്കും. ഒരു മാപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം? മാപ്പൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, പക്ഷേ ഏറ്റവും വലിയ അഭ്യാസം കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇലക്ഷൻ കഴിയുന്നവരെ ആ മൊഴി കൊടുക്കാതിരുന്നു എന്നുള്ളതിലും ഞാൻ അവരുടെ ബുദ്ധിശക്തിയെ വളരെയധികം അഭിനന്ദിക്കുന്നു. കാരണം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ മൊഴി കൊടുക്കാം. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ചെറിയ ഉന്തും തള്ളുമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കഴുത്തിനാരും അടിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് ശേഷം അവർ മാതൃഭൂമി കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അവർ വേഗമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഒരു ശേഷിയാണ്. ജനങ്ങൾ പലപ്പോഴും തെറ്റായിട്ടുള്ള പല പ്രചരണങ്ങൾക്കും വേണമെങ്കിൽ സിമ്പതിയൊക്കെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഒരു സിമ്പതി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് എന്നുള്ള നിലക്കാണ് വീണ ജോർജ് ഇതിനെ കണ്ടത്. ഞാൻ വിചാരിക്കുന്നില്ല അത് വീണ ജോർജിന്റെ ബുദ്ധിയാണത്. വീണ ജോർജ് അത്രയൊന്നും ബുദ്ധിയുള്ള മറ്റു പലരും അതിന്റെ പുറകിൽ എന്ത് ചെയ്തു അല്ല, ഇവരുടെ ഒരു സ്ട്രാറ്റജിക് അഡ്വൈസേഴ്സ് പലരും ഈ മണ്ടത്തരമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ മണ്ടത്തരം പറയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യും എന്നുള്ളത് കൂടി അവരൊന്ന് ആലോചിക്കണമായിരുന്നു. പ്രത്യേകിച്ചും വേറെ ഏതെങ്കിലും ജില്ലയിൽ വെച്ചാണെങ്കിൽ ഇത് കുഴപ്പമില്ല. ഇപ്പോൾ കണ്ണൂരൊക്കെ വെച്ചാണെങ്കിൽ കണ്ണൂരിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏതാണ്ട് CPM-നെ പോലെ തന്നെ അഗ്രസീവായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരപ്പം തന്നെ പറഞ്ഞിരുന്നു, ആരെങ്കിലും ഇവരെ തല്ലുന്നതോ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഇനാം അതുപോലെ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ വേണമെങ്കിൽ 1 പവൻ സ്വർണം നൽകാമെന്നൊക്കെ ഉള്ളത് പ്രഖ്യാപിച്ചിരുന്നു. പിന്നെ RPF-ന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതൊന്നും വന്നില്ല. യഥാർത്ഥത്തിൽ ഒരു നുണ പറഞ്ഞതാണ്. പക്ഷെ ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ തന്നെ തിരുത്തിയല്ലോ. അവർ തന്നെ തിരുത്തിയല്ലോ. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി സിമ്പതി ഒന്നും പിടിച്ചുപറ്റാൻ ആയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ് കുറച്ചുകൂടി അഗ്രസീവായിട്ട് എണീറ്റു. കോൺഗ്രസ് ഇതുപോലെ റിയാക്ട് ചെയ്യും എന്നുള്ളത് വീണ ജോർജിന് ബുദ്ധി ഉപദേശിച്ചവരോ ഒന്നും തന്നെ ആലോചിച്ചിരുന്നില്ല. പിന്നെ ഞാനൊക്കെ ആ സമയത്ത് എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ പറയാണ് അവർക്ക് വയ്യാതായി എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കണം. അല്ലാതെ നിങ്ങൾക്ക് വയ്യാതായിട്ടില്ല, നിങ്ങൾക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ്? സ്ത്രീപക്ഷത്തു നിന്നല്ല. നാളെ Xോ Yയോ ഇനിയിപ്പോൾ നാളെ താങ്കൾ തന്നെ പറയാണ് എനിക്ക് കഴുത്തിന് വയ്യ, വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയണേ വേദന ഇല്ലെന്ന് പറയാൻ എന്തെങ്കിലും എന്താ അടിസ്ഥാനം ഉള്ളത്? ഒരു വേദന സത്യം പറഞ്ഞ ഒരു ഡോക്ടർക്ക് പോലും പരിമിതിയില്ലേ? നിങ്ങൾക്കൊരു വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വേദനയുടെ കാരണം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് പറയാം എന്നുള്ളതല്ലാതെ നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അത് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കോൺഗ്രസ്സുകാരൊക്കെ അടുത്തിട്ടുള്ള പ്രചരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സിസ്റ്റേഴ്സായിട്ട് ഫോട്ടോ കൊടുത്തു അല്ലെങ്കിൽ ഇവരായിട്ട് ഫോട്ടോ കൊടുത്തു. അതിലൊന്നും ഒരു അർത്ഥമൊന്നുമില്ല. ഇപ്പം മന്ത്രിയെ അടുത്ത് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഫോട്ടോ എടുത്തിട്ടെന്ന് ചോദിച്ചാൽ എത്ര അപശ്യതയായിട്ട് കിടക്കുന്നവരാണെങ്കിലും എന്ത് ചെയ്യും, ഫോട്ടോയൊക്കെ ചിലപ്പോൾ എടുത്തെന്നൊക്കെ ഇരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനുശേഷം വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് വീണ ജോർജ് പത്തനംതിട്ടയിലേക്ക് യാത്ര ചെയ്തു. പിന്നെ ഒരാഴ്ചത്തോളം വീട്ടിൽ റെസ്റ്റായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു കാര്യമുണ്ട് കേട്ടോ, അവർ വളരെ മെൻ്റലി അവർ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട് അവിടെ. കാരണം അവർ നേരെ കടന്നു ചെല്ലുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തിയുള്ള ഒരു ആക്രമണത്തിന് ഈ പറയുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ടായി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അതിൽ ഇവരുടെ കൺട്രോളും പോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം വീണ ജോർജ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അവര് നിങ്ങൾ വാ എന്നൊക്കെ പറഞ്ഞ് ഇവര് ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്നത് കണ്ടു. അതൊക്കെ രാഷ്ട്രീയത്തിലെ പരിചയമില്ലാത്തതാണ്. അല്ല, ഗൺമാൻ അതുപോലെ പരാതി കൊടുത്തത് വീണ ജോർജ് അറിയാതെ ഒന്നും ആയിരിക്കില്ല. ഉറപ്പായിട്ട് വീണ ജോർജ് അറിഞ്ഞുകൊണ്ടാണ്. അല്ലാതെ ഗൺമാൻ ഓടിപ്പോയി പരാതി കൊടുക്കാൻ കഴിയില്ല. ആ പരാതി മനഃപൂർവ്വം പറഞ്ഞു കൊടുപ്പിച്ചിട്ടുള്ളതാണ്. ആ കൊടുപ്പിച്ചത് ഇലക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണം മാത്രമായിരുന്നു. പക്ഷെ എനിക്ക് വീണ ജോർജിനോടൊന്നും പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ്. ഇപ്പൊ അല്ലാതെ തന്നെ വിജയിക്കാവുന്ന കാര്യങ്ങളുണ്ട്. വെറുതെ എന്തിനാണ് ഇതിന്റെയൊക്കെ പറയും? ഇപ്പൊ പിണറായി വിജയൻ അങ്ങനെ നാട്യമൊന്നും നടത്തുന്നില്ലല്ലോ. അദ്ദേഹത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അതാണ്. കമ്മ്യൂണിസ്റ്റ് കോട്ടയിലല്ല, അവിടെ എവിടെ മത്സരിച്ചാലും അദ്ദേഹം വിജയിക്കില്ല. വേറെ എവിടെയെങ്കിലും മത്സരിച്ച് വിജയിക്കില്ലെന്ന് പറയാൻ പറ്റും? അതൊക്കെ അദ്ദേഹം ഒക്കെ മത്സരിച്ച് വിജയിക്കും. ഇപ്പൊ നാളെ നരേന്ദ്രമോദി വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചു പോട്ടെ, ഉറപ്പായിട്ട് വിജയിക്കും MP ആയിട്ട്. അല്ല, മലപ്പുറത്ത് നിന്ന് മത്സരിച്ച അത്രയും ടഫ് അല്ല. അത് പിന്നെ നിങ്ങൾ അങ്ങനെ നിർബന്ധം പിടിക്കുന്ന ഒരിക്കലും ജയിക്കാൻ സ്ഥലത്ത് പോയി മത്സരിക്കണമെന്ന് പറയില്ലല്ലോ. എന്നാലും മലപ്പുറത്ത് നിന്ന് മത്സരിച്ചാൽ പോലും ഞാൻ താങ്കളോട് പറയുന്നു, സാധാരണ ആരും മത്സരിക്കുന്നതിനേക്കാൾ ഒരു 10,000 20,000 വോട്ട് ചിലപ്പോൾ പിണറായി വിജയൻ കൂടുതൽ പിടിക്കും, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഇപ്പൊ അങ്ങനെ ഒരാളെ പ്രതീക്ഷിച്ചു വെച്ചേക്കുന്നതിന്റെ കാര്യമാണ്. അപ്പോൾ വീണ ജോർജിന് ഒരു തെറ്റായിട്ടുള്ള അഡ്വൈസ് കിട്ടി. വീണ ജോർജിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ പോലെ അത് വീട്ടിൽ പോയി ചോദിക്കുന്നൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് ജെനുവിനാണെന്ന് തോന്നിയ ആളുകൾ വോട്ട് ചെയ്യും. അല്ലാതെ ഇതിൻ്റെയൊക്കെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതാരോ ഫോണിലൂടെ പുള്ളിക്കാർക്ക് ഉപദേശിച്ചു കൊടുത്താണ്. പുള്ളിക്കാർ വയ്യാതായിട്ടുണ്ടാവും എന്നുള്ളത് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. കാരണം ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മെൻ്റൽ ട്രോമയും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് വയ്യാതായിട്ടുണ്ടാവും. പിന്നെ കോൺഗ്രസിനോട് എനിക്ക് പറയാനുണ്ട്,
ഈ യൂത്ത് കോൺഗ്രസ് യൂത്തന്മാരൊന്നും ഇതുപോലെയല്ല സമരം നടത്തുന്നത്. എയർപോർട്ടിൽ ചെല്ലുക, വിമാനത്തിനകത്ത് കയറുക, അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റേ ഇതിനകത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൊന്നും കരിങ്കൊടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, അത്രക്കൊന്നും ആവശ്യമില്ല. അതിപ്പോ മറ്റേ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് അവർ ഈ അഭ്യാസത്തിന് ഇറങ്ങിയത്. അല്ലെങ്കിൽ അവരൊരു കരിങ്കൊടി പോയിട്ട് ഒന്നും കാണിക്കാൻ പാടില്ല. അവർ കരിമ്പടം പോസ്റ്റ് കിടന്ന് ഉറങ്ങണായിരുന്നു കഴിഞ്ഞ 4 കൊല്ലം. ഒരു സമരത്തിന് ഒന്നും നടത്തിയില്ല. പ്രതിപക്ഷം തന്നെ നടത്തിയിട്ടില്ല. ആകെ ഇല്ല ആശാ വർക്കേഴ്സിന് കാശ് കൊടുത്ത് അവരെ കൊണ്ട് സമരം നടത്തി മാത്രമല്ല, അല്ലാതെ ഒരു സമരം നടത്തിയില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഈ വേഷം കിട്ട് നിങ്ങളും കാണിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കണ്ണൂരിലെ ഒരു പയ്യൻ, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യൻ, ഞാൻ പേര് വിട്ടുപോയി, അവൻ വന്നിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്നു. ഇതൊക്കെ ആ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ക്രൂശിക്കുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത്. അതിൽ നമ്മുടെ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പക്ഷം പിടിച്ചുകൊണ്ട്, മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ വീണ ജോർജിനെതിരെ ഒരു അജണ്ടയും കുശുമ്പും അസൂയൊക്കെ ഉണ്ട്. കാരണം മാധ്യമങ്ങളിൽ വന്നത് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു, അവർ പെട്ടെന്ന് അങ്ങോട്ട് ഉയർന്നു പോയി എന്നൊക്കെ പറയുന്നത്. ഇതിനെയൊക്കെ കവച്ചു വെക്കാമെങ്കിൽ അവരുടെ പെർഫോമൻസ് വലുതാണെന്നെങ്കിൽ ഇതിനെയൊക്കെ കവച്ചു വെക്കാമല്ലോ. ഈ പെർഫോമൻസ് വലുതാണെന്നൊക്കെ പറഞ്ഞാൽ അത് വിഷയമാണ്, വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യപ്പാ. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ കത്രിക കുടുങ്ങിയ സംഭവം എന്ന് പറയുന്നത് ആ സമയത്ത് ഇവരാണോ മന്ത്രി? അപ്പോ ഒരു ഉത്തരവാദിത്വം അവർക്കില്ല. ഉത്തരവാദിത്വം ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. അല്ല, ആ സമയത്ത് പക്ഷെ ഞാൻ ചോദിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം എന്താ? 2021 നടന്നിട്ടുള്ള ഒരു സംഭവം, ആ 2021 ഇവര് മന്ത്രിയാകുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള സംഭവം, അതിന്റെ പ്രശ്നത്തിൽ ഈ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം പ്രതിപക്ഷത്തിന്റെ അഭിപ്രായത്തോട് നമ്മൾ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ഇവരുടെ ഒരു മറുപടിയാണ്. ഇവരുടെ മറുപടി ഞാൻ പറഞ്ഞുകൊണ്ട് ഇവർ ഇൻഎഫിഷ്യന്റ് ആയി ഒരുപാട് മറുപടികൾ റിപ്പോർട്ടുകളൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും സംശയമില്ല, അതിലൊന്നും സംശയമില്ല. പക്ഷെ വസ്തുതാപരമാണ് വിമർശനം. ഇപ്പൊ ഏറ്റവും പ്രതിപക്ഷം ഇത് മാത്രമല്ല പറഞ്ഞേക്കണേ, VN വാസവൻ രാജിവെക്കണമെന്നാ പറഞ്ഞേക്കണേ. എന്തിന്? അതായത് VN വാസവൻ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള കവർച്ചക്ക്. ശരിക്കും പറഞ്ഞാൽ VN വാസവന് മുമ്പുണ്ടായിട്ടുള്ള മന്ത്രി രാജിവെക്കണമെന്ന് പറയായിരുന്നു ഭാഗ്യം. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ഒരു വടി കിട്ടാതെ ഇവർ കിടന്ന് അലഞ്ഞു നടക്കുമായിരുന്നു. ആ അലഞ്ഞു നടക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു വടിയാണ് യഥാർത്ഥത്തിൽ ഈ വീണ ജോർജിന്റെ സംഭവം പോലും. പക്ഷെ അതിൽ വീണ ജോർജിന് വലിയ തെറ്റ് പറ്റി. പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട്, സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാർ അതൊന്നും തിരുത്താറില്ല. തിരുത്താത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് കേസായിട്ട് പോയാലും പിന്നീട് പോലീസ് എഴുത്തള്ളിയാൽ മതി, ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ലെന്ന് പിന്നെ എപ്പോഴെങ്കിലും എഴുത്തള്ളിയാൽ മതി. പക്ഷെ അവർ തന്നെ പോയി മൊഴി കൊടുത്തു എന്ന് പറയുന്നതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഓക്കെ, തെരഞ്ഞെടുപ്പിന്റെ സമ്മർദ്ദം കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിലുള്ള ഒരു മൊഴി കൊടുത്തില്ല. കാരണം ആ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അബിൻ വർക്കിക്ക് അത് വലിയ ഗുണമായി തീർന്നേനെ. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ പലരും കാണിക്കുക. അഭ്യാസങ്ങൾ മാത്രമായി രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്നുള്ള തോന്നലും എനിക്കുണ്ട്. ഈ വീണ ജോർജിന്റെ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MV ഗോവിന്ദൻ ഒരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. മൃഗീയമായിട്ടുള്ള അക്രമമായിരുന്നു, കഴുത്തിന് തന്നെ വളരെ ക്ഷതമേറ്റിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു മറുപടിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ എങ്ങനെ നോക്കി? അല്ല, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അതിലൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പൊ നാളെ ഞാനാണ് പാർട്ടി സെക്രട്ടറി, അർജുൻ ജില്ലാ സെക്രട്ടറിയാണ്, അർജുൻ ഈ പറഞ്ഞ പോലെ കഴുത്തിന് അടിയേറ്റു എന്ന് അർജുൻ പറഞ്ഞാൽ ഞാൻ അതുപോലെ പ്രതികരിക്കും. അല്ലാതെ ഞാൻ നേരെ എന്റെ കൂടെ നിൽക്കുന്ന ആളെ വിശ്വസിക്കാതെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഫാക്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആരാണ് ഈ പറയുന്നത്? ആ ഒരു സ്ഥാനത്ത് താങ്കൾ എന്റെ എന്താണെന്നേ, താങ്കൾ എന്റെ വിശ്വസ്തനായ സ്വാഭാവിക പ്രതികരണം തീർച്ചയായിട്ടും. അല്ല, അതിലൊന്നും കുഴപ്പമില്ല. നാളെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നാളെ ഈ മൊഴി മാറ്റുമ്പോഴത്തേക്ക് അദ്ദേഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അല്ല, മൊഴി മാറ്റുമ്പോൾ അദ്ദേഹം അതിനനുസരിച്ച് പ്രതികരിക്കും. അല്ലാതെ അദ്ദേഹത്തിന്റെ കൂടി അറിവോടുകൂടി ആയിരിക്കുമല്ലോ ഇപ്പൊ മൊഴി മാറ്റി ഉണ്ടാവുക. CPM സംബന്ധിച്ചോളം അറിയാവുന്ന ആളുകൾക്കെല്ലാം അറിയാം, പിണറായി വിജയനോ അല്ലെങ്കിൽ ഗോവിന്ദ മാസ്റ്ററോടൊക്കെ ചോദിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യാതെ അവർ പോയി മൊഴിയൊന്നും മാറ്റൂല, രാവിലെ ചെന്ന് മൊഴിയൊന്നും മാറ്റൂല. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത് എന്ന് പിന്നീട് അറിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് അറിയുമ്പോൾ ഒക്കെ താൽക്കാലികമല്ല, ഇലക്ഷന്റെ സമയമാകുമ്പോൾ ഇപ്പൊ എന്ത് ചെയ്യേണ്ട കൊടുക്കേണ്ട, അത് കഴിഞ്ഞിട്ട് പോയി മൊഴി കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടാവും. മൊഴിയിൽ മാറ്റി പറഞ്ഞോളാനുള്ള അനുമതി തേടിയിട്ടുണ്ടാവും. കാരണം CPM സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവാണ് അവർ. ആ ക്ഷണിതാവ് യഥാർത്ഥത്തിൽ സംസ്ഥാന സെക്രട്ടറിയോട് വിളിച്ചിട്ടൊരു കാര്യം പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടറി അതിന്റെ ഫാക്ട് ചെക്ക് ഒന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നു, താങ്കൾ എന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായിട്ട് വീഴ്ച വന്നിട്ടുണ്ട്. വീഴ്ച വന്നുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വീണ ജോർജ് പോയിട്ട് ഇപ്പൊ തിരികെ മൊഴി കൊടുത്തിട്ടുള്ളത്. ആ മൊഴി കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കും. കാരണം എന്ന് വെച്ചാൽ ഈ വീണ ജോർജിന് വേണ്ടി തൊട്ടു നോക്കട, പാക്കലാം എന്നൊക്കെ പറഞ്ഞ് നിരവധി സോഷ്യൽ മീഡിയ സൈബർ ഹാൻഡിലുകളൊക്കെ വലിയ പ്രചരണം നടത്തിയിരുന്നു. അല്ല, തീർച്ചയായിട്ടും ആ സംഭവത്തിന്റെ കാര്യത്തിൽ പിന്നീട് ഒരു തെളിവും വരാതിരിക്കുകയും ഒരു വീഡിയോ ദൃശ്യങ്ങൾ പോലും പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്തത് തന്നെ വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പോലും അന്ന് വീഡിയോ ചെയ്തപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇതിങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. പക്ഷെ അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ വീഡിയോ ഫുട്ടേജുകൾ നിങ്ങൾ പുറത്ത് വിടണം എന്നാണ്. ആ പുറത്ത് വിടണം, ആ വീഡിയോ ഫുട്ടേജുകൾ പുറത്തു വിടാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സംശയമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി. പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്നത് പാർട്ടിക്ക് തന്നെ ഇത് വലിയ നാണക്കേടുണ്ടാക്കാൻ കാരണമായി വീണ ജോർജ് അതിന് നിന്നുകൊടുത്തു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ
പാർട്ടിയെ സംബന്ധിച്ചോളം ഓക്കെ, പാർട്ടി രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി, ആ മന്ത്രിക്കെതിരെ ഒറ്റതിരിഞ്ഞും പിന്നെ വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന പ്രകാരമുള്ള ചില ഈ പറയുന്ന പോലെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യത്തെ അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. ആ ശ്രമിച്ചത് കൊണ്ടിട്ട് പാർട്ടിക്കും വലിയ ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പാർട്ടിയെ വിശ്വസിച്ച് സൈബർ പോരാട്ടങ്ങൾക്ക് ഇറങ്ങിയ നിരവധി പേർക്ക് പോലും അത് വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സംശയമില്ല.